നിങ്ങളിങ്ങനെ സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ചാല് ഒരു പെൺകുട്ടി തന്റെ വിവാഹ ദിവസം മുതൽ അല്ലെങ്കിൽ എന്താണ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് വിശ്വാസ ജീവിതം. അല്ല സ്നാനമേറ്റ വിവാഹം കഴിച്ചുകൊണ്ട് വിവാഹം എന്തിൽ വരെ ചെല്ലത്തില്ല പ്രിയപ്പെട്ടെ. എന്നാൽ സ്നാനമേറ്റവര് കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്നത്. ഇതാണ് ദൈവഭയത്തെ തികയ്ക്കുക എന്ന് പറയുന്നത്. അവൻ പാപം ചെയ്യുവാൻ പോകുന്നില്ല, മനഃപൂർവ്വം പാപം ചെയ്യുവാൻ കഴിയത്തില്ല. അവനെന്താണ് കഷ്ടങ്ങളും നിന്നുകളും ഏറ്റുകൊണ്ട് കർത്താവിന്റെ സാക്ഷിയായിട്ട് തുടരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി സാക്ഷിയായിട്ട് നിൽക്കുന്നുവെങ്കിൽ, അവന് വേണ്ടി കഷ്ടം സഹിക്കുന്നുവെങ്കിൽ, നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ ധരിച്ചു പോകുന്ന ശരീരത്തെ അവൻ മാറ്റുകയും തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്നുകൊണ്ട് ആ നീതിവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ അവന്റെ മുമ്പിൽ മണവാട്ടിയായിട്ട് നിൽക്കും പ്രിയപ്പെട്ടവരെ. ആ രാജകിരീടം നമ്മുടെ മേൽ അവൻ അണിയിക്കും. നോക്കുവിന് ഒത്തിരി കഥകളുണ്ടെന്ന് ഞാനിപ്പം വിട്ടുകളയുന്നു. എന്നാൽ നോക്കുവിന് അവൻ നമുക്ക് കിരീടം തന്നുകൊണ്ട് അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെയും കൂടി ഇരുത്തിയിട്ട് 1000 വർഷം ഭൂമിയിൽ തന്നെ ഇതേ ഭൂമിയിൽ നമ്മൾ രാജാവായിട്ട് വാഴുകയും അതിനുശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. ഇതാണ് എന്റെ പ്രത്യാശ. ഞാനിത് പ്രസംഗിക്കുന്നത് തെറ്റാണോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, നിങ്ങളും വിചാരിക്കത്തില്ല. ഇത്രയും വലിയൊരു പ്രത്യാശ നമുക്ക് ദൈവം സൗജന്യമായിട്ട് തന്നിട്ടും അത് സ്വീകരിപ്പാൻ നിങ്ങളുടെ മതഭക്തിയും മനുഷ്യന്മാരുടെ ഭയവും നിങ്ങളെ തടസ്സപ്പെടുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഭീതികളോടെ ചെല്ലത്തില്ല. മനുഷ്യനെ ഭയപ്പെടുന്നവൻ ആരോട് ഞാൻ എത്ര ധൈര്യത്തോടെ എന്ന് പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവം എന്റെ കൂടെ ഇല്ലയോ? അല്ലെങ്കിൽ നിങ്ങൾ പലരും എന്നെ പണ്ടേ ചുരുട്ടിക്കൂട്ടി കളയേണ്ടത്. പക്ഷെ കർത്താവ് അനുവദിക്കുമ്പോഴും ആർക്കും തൊടാൻ കഴിയത്തില്ല. കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വേറെ ദേശത്താണ്.